മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെടുന്നു, നരേന്ദ്രമോദി മുസ്ലിമുകളെ പൂർണ്ണമായിട്ടും അവരെ പുഴുങ്ങി തിന്നുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിമുകൾക്ക് ജീവിക്കാൻ അവകാശമില്ല, അവരുടെ ഭരണഘടനാ അവകാശങ്ങളെല്ലാം ലംഘിക്കുന്നു എന്നുള്ള ഇതിനൊപ്പം നിന്നു കഴിഞ്ഞാൽ അവരെല്ലാം നന്മയുടെ വക്താക്കളായി മാറും. എന്നാൽ മുസ്ലിമുകളുടെ ഭീകരതയെക്കുറിച്ചോ അങ്ങനെ ഏതെങ്കിലും ഇസ്ലാമിക ഭീകരതയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അവർ തിന്മയുടെ വക്താക്കൾ, അവർ വംശീയവാദികളായി, അവർക്കൊന്നും കാരുണ്യമില്ലാത്ത മനുഷ്യർ, അങ്ങനെയുള്ള ഒരു പൊതുബോധത്തിലേക്ക് മനുഷ്യർ പോകുന്നു. നമ്മളിപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ഹമാസിനോടുള്ള നിലപാട് മാത്രം നോക്കിയാൽ മതി. ഒക്ടോബർ 7 തീയതി വെറുതെ രാത്രിയിലോ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ളവർ യാതൊരു പ്രകോപനമില്ലാതെ കടന്നു കയറി ചെന്ന് ആക്രമിച്ച് കൊന്നവരാരാ? വംശഹത്യ നടത്തിയവരാരാ? ഹമാസാണ്, അല്ലേ? പക്ഷേ നമ്മുടെ കേരളത്തിലെ പൊതുബോധം എന്താണ്? അങ്ങോട്ട് ചെന്ന് യാതൊരു പ്രകോപനമില്ലാതെ ചെന്ന് ആക്രമിച്ച് വംശഹത്യ നടത്തിയവര് പോരാളികളാണ്, സ്വാതന്ത്ര്യത്തിന്റെ പോരാളികളാണ്, അവരാണ് നന്മയുടെ വക്താക്കൾ. പക്ഷെ പ്രതിരോധം അപരാധമല്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രതിരോധിക്കാൻ വേണ്ടി തിരിച്ചടിച്ച ഇസ്രയേല് വംശഹത്യക്കാരായി, ബെഞ്ചമിൻ നെതന്യാഹു ചെകുത്താനായി, എല്ലാമായി. ഇതാണ് പൊതുബോധം കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊതുബോധമാണ് ഈ രീതിയിൽ മോദി സർക്കാരിനെതിരെയും BJPക്കെതിരെയും സംഘപരിവാറിനെതിരെയും നിലപാടെടുക്കാനുള്ള ഒരു കാരണം. ആളുകൾ പൊതുവെ നിലപാടെടുക്കുന്നു ഈ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനും നന്മയ്ക്കൊപ്പം നിൽക്കാനും വേണ്ടിയിട്ട്. ഇതൊന്ന്. രണ്ടാമത് ഒരു കാരണം ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാധ്യമങ്ങളുടെ വക്രീകരണം. അതായത് ഈ മാധ്യമങ്ങളെ ഡിസ്റ്റോർഷൻ എന്ന് പറയും. മാധ്യമങ്ങളെ സത്യത്തെ വക്രീകരിക്കുക, പ്രൊപ്പഗാൻഡ ആയിട്ട്, ഒരു പ്രൊപ്പഗാൻഡ വെഹിക്കിളായിട്ട് മാധ്യമങ്ങളെല്ലാം മാറുന്നു. ഇങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള നമ്മൾ സാധാരണ പറയുന്നുണ്ടല്ലോ, ഈ മതേതര, പുരോഗമന, ജനാധിപത്യ, വർഗ, ബഹുജന, ഫാഷിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ എന്ന് പറയുന്നവരെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നത് വക്രീകരണമാണ്. ഇതിൽ ഞാൻ കുറച്ചൊരു ആർട്ടിസ്റ്റിക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വര വരയ്ക്കുന്നെന്ന് കരുതുക. ഈ വര വരയ്ക്കുന്ന ഈ വരയെ ഇല്ലാതാക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ വരയെ അസാധുവാക്കി കളയാനായിട്ട് 2 വഴികളുണ്ട്. ഒന്നുകിൽ ഈ വരയെ നമുക്ക് മായ്ച്ചു കളയാം, അല്ലെങ്കിൽ ഈ വരയുടെ ഇപ്പുറത്ത് കുറച്ചുകൂടി വലിയൊരു വര വരയ്ക്കുക. അപ്പം ഈ ആദ്യത്തെ വര അപ്രസക്തമാവും. ഇത് രണ്ടും മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. ചെറിയ 2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഞാനത് വ്യക്തമാക്കി തരാം. ഒന്നാമത്തത്, ഈ വരയെ മായ്ച്ചു കളയുന്ന പരിപാടി. കശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യം എടുത്തോളൂ. കശ്മീരി പണ്ഡിറ്റുകൾ ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അല്ലേ? ഞാൻ പറയുന്നു, ഈ കശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കശ്മീരിൽ പണ്ഡിറ്റുകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ള സത്യം പോലും അവർക്ക് മനസ്സിലാവില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അതൊരു ഫിക്ഷൻ ആണെന്ന് കുറച്ച് കഴിയുമ്പോൾ, ഒരു 30 വർഷം കൂടെ കഴിയുമ്പോൾ ഇവർ ചരിത്രം മാറ്റും. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാവും.